السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. ബഹുമാനിരെ, നമ്മൾ സൂറത്തുൽ മുൽക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 10 ആയത്തുകൾ നമ്മൾ പൂർത്തീകരിച്ചു. ഇനി ഇൻഷാ അള്ളാഹ് ബാക്കി ആയത്തുകൾ നമുക്ക് പഠിക്കാവുന്നതാണ്. പാഠം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅ്തറഫൂ ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. ألا يعلم من خلق وهو اللطيف الخبير. فاعترفوا بذنبهم. ഫാക്ക് ശേഷം ഒരു അലിഫുണ്ട്, അത് ഉച്ചരിക്കരുത്. ഫായിൽ നിന്നും നേരെ ഐനിലേക്ക്, തൊണ്ടയുടെ നടുക്ക് നിന്നും പുറപ്പെടുന്ന അക്ഷരം. ഫഅ്തറഫൂ ബിദംബിഹിം. ഇവിടെ ഇഖ്ലാബിന്റെ നിയമമാണ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നതുകൊണ്ട് ഈ നൂനിനെ മീമായി മറിച്ചു മണിക്കും. അതിന് പറയുന്ന പേരാണ് ഇഖ്ലാബ്. ഫഅ്തറഫൂ ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. ഫസുഹ് ഇത് ഹായാണ്, തൊണ്ടയുടെ നടുക്ക് നിന്ന് പുറപ്പെടുന്ന അക്ഷരം. ഫസുഹ് ഖാഫ്, ഇത് ഖാഫാണ്. ഫസുഹ്ഖല്ലി. ഖാഫിൽ നിന്നും നേരെ ലാമിലോട്ട് ചാടണം. ലാമിന് ഷദ്ദാണ്. ലാമിനെ കട്ടിയാക്കണം, മണിക്കാൻ പാടില്ല. ലാമിന്റെ ഉള്ളിൽ ലി അസ്ഹാബി ഹംസയാണ്. ലി അസ്ഹാബിസ് സഈർ. ലി അസ്ഹാബിസ് സഈർ. ഐൻ തൊണ്ടയുടെ നടുക്ക് നിന്നും പുറപ്പെടുന്ന അക്ഷരം. فاعترفوا بذنبهم فسحقا لأصحاب السعير. إن الذين നൂനിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം. إن الذين يخشون വ്യക്തമായി ഉച്ചരിക്കണം. യഖ്ശൗന സുക്കൂനുള്ള വാവ്. യഖ്ശൗ എന്ന് മണിക്കാൻ പാടില്ല. യഖ്ശൗ എന്ന് കട്ടിയാക്കാനും പാടില്ല. പെട്ടെന്ന് ഓതി പോകണം. യഖ്ശൗന റബ്ബഹും, ഇവിടെ മണിക്കണം. റബ്ബഹും ബിൽ ഗൈബി. റബ്ബഹും
ഗൈബി, ഗൈൻ, ഗൈൻ ശേഷം സുക്കൂനുള്ള യാ, യഖ്ഷൗനയുടെ വാവ് പോലെ. യായെ കട്ടിയാക്കാനോ ഗൈ എന്ന് കട്ടിയാക്കാനോ ഗൈ എന്ന് നീട്ടാനോ പാടില്ല. റബ്ബഹും ബിൽ ഗൈബി ലഹും, ഇവിടെ രണ്ട് മീം വരുന്നുണ്ട്. ഇദ്ഗാം മീം സാക്കിൻ എന്നാണ് ഇതിന്റെ പേര്. ആദ്യത്തെ സുക്കൂനുള്ള മീം, ശേഷം വേറൊരു മീം, രണ്ട് മീമും കൂടെ കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. ലഹും മഗ്ഫിറതും വ, ലഹും മഗ്ഫിറതും വ, വാവ് തഷ്ദീദ് ഷദ്ദുള്ള വാവ്. മഗ്ഫിറതും വ, വാവിനെ കട്ടിയാക്കുകയും മടിക്കുകയും വേണം. ലഹും മഗ്, 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 മഗ് എന്ന് ആക്കാൻ പാടില്ല. ലഹും മഗ്ഫിറതും വ അജ്റുൻ, അജ്റുൻ ജീം ഖൽഖല, അജ്, അജ്റുൻ ഇവിടെ മണിക്കണം. ഇത് തൻവീനാണ്, തൻവീൻ ഇഖ്ഫാഇന്റെ നിയമമാണ്. ഈ തൻവീനിനെ മൂക്കിൽ മറച്ചു മണിക്കണം. വ അജ്റുൻ കബീർ, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും, ലഹും മഗ്ഫിറതും വ അജ്റുൻ കബീർ. وأسروا 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 را وأسروا وأسروا റായെ കട്ടിയാക്കണം. وأسروا قولكم قولكم, ഇവിടെയും വാവ് കട്ടിയാക്കാനോ നീട്ടാനോ പാടില്ല. قولكم أو اجهروا അവിജ്ഹറൂബി, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, പലരും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അവിടെ അവിജ്ഹറൂ, ഒരു അലിഫ് ഉണ്ടല്ലോ ഇവിടെ വാവ് കഴിഞ്ഞിട്ട്, ആ അലിഫ് ഉച്ചരിക്കരുത്. പകരം വാവിൽ നിന്നും നേരെ ജീമിലോട്ട് ചാടണം. സുക്കൂനുള്ള ജീം ഖൽഖല ചെയ്യണം. അവിജ്ഹറൂബി, അവിജ്ഹറൂബി, أَوِجْهَرُوا بِهِ إِنَّهُ عَلِيمٌ بِذَاتِ الصُّدُورِ. عليم, عليم تنوين, عليم تنوين, عليم തൻവീനു ശേഷം ബാ വന്നു. മുകളിൽ നമ്മൾ പറഞ്ഞു സുക്കൂനുള്ള നൂന് ശേഷം ബാ, ഇവിടെ തൻവീനു ശേഷം ബാ. ഈ രണ്ട് നിയമം ഒന്ന് മനസ്സിലാക്കണം. ഈ നിയമത്തിന്റെ പേരാണ് ഇഖ്ലാബ്. അതായത് സുക്കൂനുള്ള നൂനിനോ അതില്ലെങ്കിൽ തൻവീനിനോ ശേഷം. തൻവീൻ എന്ന് പറയുമ്പോൾ ഇരട്ട ഫത്ഹ്, ഇരട്ട കസ്ർ, ഇരട്ട ബോം, ഇതിനാണ് തൻവീൻ എന്ന് പറയുന്നത്. അപ്പോൾ സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ബ എന്ന അക്ഷരം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ തൻവീനിനെ അവിടെ മീമായിട്ട് മറിച്ച് മണിക്കണം. മുകളിൽ നമ്മൾ ബിദംബിഹിം എന്ന് ഓതിയതുപോലെ ഇവിടെ അലീമും തൻവീനിനെ മീമായിട്ട് മറിക്കുകയാണ്, മണിച്ചു മറിക്കുകയാണ്. ഇന്നഹു അലീമും ബിദാതിസ് സുദൂർ, ബിദാതിസ് സുദൂർ. وأسروا قولكم أو اجهروا به إنه عليم بذات إنه عليم بذات الصدور. ألا يعلم من خلق. من ഇദ്ഹാറിന്റെ നിയമം. മൻ, അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ഖ വന്നു. മണിക്കാൻ പാടില്ല, മൂക്കിൽ മറച്ച് മണിക്കേണ്ട അക്ഷരമല്ല. അവിടെ മൂക്കിൽ മറച്ച് മണിക്കേണ്ട നിയമമല്ല. സുക്കൂനുള്ള നൂനിന് ശേഷം ഖ വന്നു എന്നതുകൊണ്ടാണ് അവിടെ സുക്കൂനുള്ള നൂനിനെ വ്യക്തമായി ഉച്ചരിക്കണം. ഇദ്ഹാർ എന്നാണ് നിയമത്തിന്റെ പേര്. അലാ യഅലമു മൻ
ഖലഖ. ഇവിടെ ഖലഖ എന്ന് ഫത്ഹാണ്, നിർത്തുമ്പോൾ സുക്കൂൻ കൊടുത്ത് ഖൽഖല ചെയ്യണം. മൻ ഖലഖ. വഹുവൽ ലതീഫുൽ. വഹുവൽ, ലാമിനെ കട്ടിയാക്കുക, മണിക്കരുത്. വഹുവൽ ലതീഫുൽ. മുഴപ്പിച്ചു വേണം ഉച്ചരിക്കാൻ. വഹുവൽ ലതീഫുൽ ഖബീർ. ഖബീർ. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. ഇത്രയും ആയത്തുകളാണ് നമ്മുടെ പാഠം. 11, 12, 13, 14. ഇത്രയും ആയത്തുകളാണ് നമ്മുടെ പാഠം. ഞാനൊരു പ്രാവശ്യം പാരായണം ചെയ്യും, പാഠം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅ്തറഫൂ ബിദംബിഹിം فسحقا لأصحاب السعير. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. وأسروا قولكم أو اجهروا به وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. إنه عليم بذات الصدور. ألا يعلم من خلق وهو اللطيف الخبير. ഇവിടെ ശ്രദ്ധിക്കണം, വീണ്ടും പറയുകയാണ്. അവിജ്, ജീമിന് സുക്കൂൻ കൊടുത്ത് ഖൽഖല ചെയ്യണം. അവിജ്ഹറൂ ബി എന്നാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ നമ്മുടെ പഠനം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.